അതായത് ചെറിയ രീതിയിലുള്ള തിമിരം പോലും കുറഞ്ഞ് കണ്ണ് നല്ല കാഴ്ച കിട്ടാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് വാഴയുടെ തേൻ. വാഴയുടെ തേൻ ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയില്ല എല്ലാവർക്കും. നല്ലൊരു ശതമാനം ആൾക്ക് അറിയില്ല വാഴയ്ക്ക് തേനുണ്ടോ. വാഴ കൊലച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂമ്പ്, അതിന്റെ കായ തീർന്നു കഴിഞ്ഞാൽ അതിന്റെ പോക്ക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. അതിന്റെ പോക്ക എല്ലാ ദിവസവും വൈകുന്നേരം വിടരും. ഓരോന്ന് വിടരും. നല്ല കരുത്തുള്ള വാഴയാണെങ്കിൽ 2 വിടരും. ഇതിനകത്തിരിക്കുന്ന അല്ലിയിൽ, ഓരോ അല്ലിയിലും ഓരോ തുള്ളി തേനുണ്ട്. നമുക്ക് കുടിക്കാം, നല്ല മധുരമുള്ള തേന്. ഈ തേൻ ഒരു അല്ലിയിൽ നിന്നും ഓരോ തുള്ളി എടുത്ത് കണ്ണിൽ എഴുതുക. സന്ധ്യ സമയത്തായിരിക്കും ഇത് കിട്ടുക. ആ സന്ധ്യ സമയത്ത് എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് അത് അവിടെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പൊയ്ക്കോട്ടെ. യാതൊരുവിധ കുഴപ്പവുമില്ലാത്ത ഒരു സാധനമാണ്. ഇന്നൊരാൾ വിളിച്ചിരുന്നു. അയാൾ കണ്ണിൽ എഴുതാൻ പറഞ്ഞു. സാർ കണ്ണിൽ എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതി. പക്ഷെ ഇത് എടുത്തപ്പോ കറ കണ്ണി പോയി. ആശുപത്രി പോകേണ്ടി വന്നു. കറ കണ്ണി പോകരുത്, വാഴയുടെ കറ കണ്ണി പോകരുത്. എന്നാൽ വാഴത്തേൻ കണ്ണിൽ എഴുതാം.